ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എക്സ്പ്ലനേഷന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മൾ വോയിസൊക്കെ നല്ല പക്കായിട്ടാണ് ഇടാൻ പോകുന്നത്. കാരണം നമ്മൾ മാൻഹ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ മാൻഹക്ക് ഓർഡർ ആയിട്ടൊരു വോയിസ് ഇട്ടിട്ടില്ല. ഇന്ന് നമ്മളെല്ലാവരെയും പേര് ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അതുപോലെ ആരൊക്കെയാണ് എന്തൊക്കെയെന്ന് കഥാപാത്രം ചിലത് നമ്മൾ തെറ്റിച്ചൊക്കെ പറഞ്ഞിരിക്കണം. അതൊക്കെ ഈ വീഡിയോയിൽ ക്ലിയറായി പോകും. കഥയുടെ തുടക്കം നമ്മൾ കാണുന്നത് ഫാമിലി ഹെഡിനെയാണ്, അഥവാ പെട്രിയാർക്കിനെ, ഹൂഗോ അഥവാ വിക്കറിൻ്റെ ഫാദറിനെ. ഇയാളാണ് വിക്കറിൻ്റെ ഫാദർ. വിക്കറിൻ്റെ ഫാദർ പറയാണ്, നിനക്ക് എന്താണ് വേണ്ടതെന്ന്. നമ്മളെ വിക്കർ പറയുന്നു 10,000 ആപ്സൽ ലൈബ്രറിയിലേക്ക് ഒരു ആക്സസ് വേണമെന്ന്. അപ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്തുള്ള ജോൺ ബാരിമോർ, ദ ഹൗസ് കീപ്പർ ഓഫ് ദ ബാസ്കർവില്ല, അദ്ദേഹം പറയുന്നു അങ്ങോട്ട് പെട്രിയാർക്കുകൾക്ക് മാത്രമേ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അവൻ്റെ അച്ഛനാണ് ഇപ്പോഴത്തെ പെട്രിയാർക്ക്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ ഉള്ളത്. പക്ഷേ അദ്ദേഹം പറയുകയാണ്, നീ ഇത് ചോദിച്ച സ്ഥിതിക്ക് നീ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം, നിനക്കതിനുള്ള അനുമതി ഞാൻ നൽകുന്നു എന്ന് പെട്രിയാർക്ക് പറയുന്നു. ഹൗലിയാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹമാണ് നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമ്മുടെ വിക്കറിനെ കൊല്ലാൻ ഓർഡർ നൽകിയത്. അത് അവൻ്റെ സ്വന്തം അച്ഛനാണ് ഇത് പെട്രിയാർക്ക്. അങ്ങനെ നമ്മളെ നടന് തിങ്ക് ചെയ്യാണ്. കാരണം സോർട്സ് ഔറ ഉപയോഗിച്ചാണ്ട് അതിൻ്റെ ഉള്ളിൽ ഫൈറ്റ് ചെയ്യാൻ എല്ലാ ടെക്നിക്കും ആ ലൈബ്രറീൻ്റെ അകത്തുണ്ട്. കാരണം എംപയറിലെ ലാർജ് ലൈബ്രറിയാണ് അവിടെ ഉള്ളത്. അതിൻ്റെ അകത്താണ് ഫാമിലിയുടെ വിക്കി ബാസ്കർവില്ലയിലാണ് ആ ലൈബ്രറി ഉള്ളത്. കാരണം അവിടെയാണ് ഈ വിക്കി ബാസ്കർവില്ലൻ്റെ 6 ടെക്നിക്സ് ഉള്ളത്. അതിന് കാവൽക്കാരായിട്ട് 2 ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വിക്കി ഭാസ്കർ അതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് അവനിങ്ങനെ സെൻസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവന് ആലോചിക്കുന്നുണ്ട്, അവൻ പെട്രിയാർക്ക് അവനോട് പറഞ്ഞിരിക്കണേ, നിനക്ക് അതിനകത്ത് 4 ടെക്നിക്ക് പഠിക്കാനുള്ള അനുമതി ഞാൻ തരാമെന്ന്. 6ാമത്തെ ടെക്നിക്ക് അവനക്ക് തൊടാൻ പറ്റില്ല. കാരണം അത് അദ്ദേഹത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുക. കാരണം അയാൾക്കുള്ളൊരു ഈഗോൻ്റെ ഇതാണത്. കാരണം ആ വീട്ടിൽ ആ ഫാമിലിയിൽ അദ്ദേഹം മാത്രമല്ല അതിൻ്റെ മെയിനായിട്ടുള്ളത് വായിച്ചാന്നില്ലേ. അങ്ങനെ നമ്മളെ വിക്കീനോട് പറയാണ്, നിനക്ക് 4 വരെ പഠിക്കാനുള്ള പെർമിഷൻ ഞാൻ തരാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളെ വിക്കി ഭാസ്കർ ആണെങ്കിലോ ഇതിൻ്റെ മുന്നത്തെ ലൈഫിൽ തന്നെ ഈ 4 ടെക്നിക്സും പഠിച്ചിരിക്കണ്. കാരണം അവന് ജീവിച്ചു പോകുന്ന ആളല്ലേ, അതുകൊണ്ട് തന്നെ അവൻ ആ 4 ടെക്നിക്സും പഠിച്ചിരിക്കണ്. അതുകൊണ്ട് നമ്മളെ നടൻ പറഞ്ഞു, എനിക്ക് ഇവിടെ വേണ്ട, ഞാൻ ലോ ലെവൽ ബുക്ക് സെറ്റ്സിൽ അങ്ങോട്ട് പോകാൻ പറഞ്ഞ് നമ്മളെ നടൻ ലോ ലെവൽ ബുക്ക് ഗ്രേഡുള്ള സെറ്റിലേക്ക് താന്നുപോയി. എന്നിട്ട് അവിടെ ഇറങ്ങി ചെന്നാണ്ട് അവനടുത്ത് ഒരു ബുക്ക് എടുത്തു. അതിൻ്റെ പേരാണ് ബേസിക് ഓഫ് ഫസ്റ്റ് ടെക്നിക്ക്. എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിലെ എല്ലാവരും 6 ടെക്നിക്ക് എന്ന് വിശ്വസിക്കുന്നത് അതിന് വെറും 6 ടെക്നിക്ക് മാത്രമല്ല, അത് 10 വരെയുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞ ആ ഫ്യൂച്ചറിലെ ദിവസം അതിൽ അവൻ്റെ 2 പേജ് കിട്ടി. അത് അവൻ്റെ അച്ഛൻ പെട്രിയാർക്കായ ഹൂഗോ തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. ബാക്കി 7 പേജസ് ഉണ്ടായിരുന്നു. അത് 7 ഫാമിലികളിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ബാസ്കർവില്ലയിൽ നിന്ന് ഇവൻ ഒറ്റക്കായിരുന്നു ആ 7 സ്ഥലത്തും അയച്ച് അവിടെ എല്ലാവരെയും കൊന്ന് ആ പേജുകളെല്ലാം പെട്രിയാർക്കിൻ്റെ കയ്യിലെത്തിക്കാനുള്ള ദൗത്യം ഇവനായിരുന്നു കിട്ടിയിരുന്നത്. അതവൻ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പ്രതിഫലമായി അവനക്ക് ലഭിച്ചതാണ് മരണം. അതുകൊണ്ടാണ് ആ 7 പേജിലും എന്താണെന്ന് നമ്മളെ വിക്കറിന് നല്ലപോലെ തന്നെ അറിയാം. അതുകൊണ്ടാണ് അവനെ കൊന്നു കളഞ്ഞത്. ഇപ്പോൾ ഇവിടെയുള്ള അവന് അതിൻ്റെ ബാക്കിയുള്ള ഭാഗവും കിട്ടി. അതുകൊണ്ട് തന്നെ അതിലുള്ള എല്ലാ ടെക്നിക്സും അവൻ പഠിക്കുകയാണ്. കാരണം 7 വരെയുള്ളൂ, അത് ആരും ഇതുവരെ ഇതാക്കിയിട്ടില്ല. അവന് ഗ്രാൻഡ് ഫാദർ ആയ പെട്രിയാർക്കായിരുന്നു 7ാമത്തെ ടെക്നിക്ക് എൻട്രി ചെയ്തത്. പക്ഷേ നമ്മളെ നടനാണെങ്കിലോ അതിൻ്റെ 10ാമത്തെ ടെക്നിക്ക് ആ ഫ്യൂച്ചറിൽ വെച്ച് അതിൻ്റെ തിയറിയൊക്കെ അവനക്കറിയാം, വേറൊന്നും അറിയില്ല, അത് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഓന് ഫ്യൂച്ചറിൽ 4ാമത്തെ ലെവൽ വരെയുള്ളൂ എത്തിയിട്ട്. അപ്പോൾ അവന് 5ാമത്തെ ബ്രേക്ക് ആക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നമ്മളെ നടന് ഇപ്പോൾ അത് ബ്രേക്ക് ആക്കാൻ വേണ്ടി അതിൻ്റെ 5ാമത്തെ ടെക്നിക്കിലേക്ക് എൻട്രി കൊടുക്കുകയാണ്. അതും 3ാമത്തെ ലെവലിൽ എത്തുമ്പോഴാണ് റെഡ് സോഡ് ഔറ കിട്ടുക. അത് നമ്മളെ നടനാണെങ്കിൽ സക്സസ്ഫുള്ളി ആയിട്ട് 3 റെഡ് സോഡ് എനർജി ഉപയോഗിക്കാൻ അവന് നല്ലപോലെ ഫ്യൂച്ചറിൽ വെച്ചിരുന്നു. അത് പാസ്റ്റ് ലൈഫിലും വയ്ക്കും. അതേമാതിരി അവൻ 4th ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ മാക്സിമത്തിൽ നിന്ന് 5ലേക്ക് ക്രൈസ് ആവാൻ നിൽക്കുകയാണ്. അതും ആ ക്ലോണിന് വെച്ച്. ക്ലോണിൻ്റെ പവർ അവന് എക്സ്ട്രീമായിട്ട് കിട്ടുമ്പോൾ അതിന് ഓരോ ടെക്നിക്ക് വെച്ച് ഫസ്റ്റ് ടെക്നിക്ക് വെച്ച് ആദ്യം കൊടുത്തു, 2ാമത്തെ ടെക്നിക്ക്, സെക്കൻഡ് ടെക്നിക്ക്, അങ്ങനെ വെച്ച് അവന് എല്ലാം ബ്രേക്ക് ചെയ്താണ്ട് അവൻ ആ ക്ലോണിനെ ഡിസ്ട്രോയ് ആക്കി. എന്നിട്ട് അവൻ പറയാണ്,
ഞാനപ്പോൾ സക്സസ്ഫുള്ളി 5th ഇതിലേക്ക് കയറിയിരിക്കുന്നു എന്നവന് പറയാണ്. 5th ടെക്നിക്ക് അവന് നല്ലപോലെ യൂസ് ചെയ്യാൻ ഇനി വയ്ക്കും. അങ്ങനെയുള്ള നടൻ പറയാണ്, ഈ ഭൂമിയിലെ കൾട്ടിവേഷൻ ലെവലാണ് സോഡ് ബിഗിനർ, അതിൻ്റെ മുകളിലാണ് സോഡ് എക്സ്പേർട്ട്, അതിൻ്റെ മുകളിലാണ് സോഡ് ഗ്രാജുവേറ്റർ. ഇതുവരെ ആരും കാണാത്ത വ്യക്തികളാണ് മാസ്റ്റേഴ്സ്, സോഡ് മാസ്റ്റേഴ്സ്. ഇതിലിപ്പോൾ ഞാൻ ഗ്രാജുവേറ്റർ ലെവലിലെത്തി. ഗ്രാജുവേറ്റർ ലോ ലെവൽ ഇതാണ് ഇപ്പോൾ എൻ്റെ കൾട്ടിവേഷൻ ലെവൽ. ഫ്യൂച്ചറിൽ ഞാൻ എക്സ്പേർട്ട് വരെയുള്ള പാസ്റ്റിൽ ഞാൻ എക്സ്പേർട്ട് വരെയുള്ള എത്തിയിരുന്നത്. ഇപ്പോൾ ഞാൻ ഗ്രാജുവേറ്റർ ലെവലിലെത്തി. ഇനി ബുക്ക് ആരുടെയും കയ്യിലെത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിക്കി ഭാസ്കർ അത് മാഗ്നിഫിക്കിങ് ഗ്ലാസ് വെച്ചാണ്ട് കത്തിച്ച് കളഞ്ഞു. അങ്ങോട്ട് ആ ഗാർഡ് എന്താ ഇവിടെ കരിഞ്ഞ മണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാനറിയാതെ അതിൻ്റെ മേലിലേക്ക് മാഗ്നിഫിക്കേഷൻ ഗ്ലാസ് വെച്ചു, അത് കത്തിപ്പോയി എന്ന് പറഞ്ഞു. അത് സാരമില്ല, ഈ ലോ ലെവൽ ഗ്രേഡ് ബുക്കുകളിലോട്ട് എപ്പോഴും വേസ്റ്റ് ബുക്കുകൾ മാത്രമേ ഉണ്ടാവുക, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പോകും. അപ്പം തന്നെ അവനെ പറഞ്ഞേക്കും. എന്നിട്ട് അവൻ നേരെ എത്തിയിരിക്കുന്നത് ഹൂഗോൻ്റെ അടുത്തേക്കാണ്, അഥവാ പെട്രിയാർക്ക്, അവൻ്റെ ഫാദറിൻ്റെ അടുത്തേക്ക് തന്നെ. അവൻ ഫാദർ ചോദിച്ചു, നീ എന്താണ് അവിടെ വെച്ച് പഠിച്ചത് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ചൊക്കെ പഠിച്ചു എന്ന് പറയാം. അപ്പോഴാണ് അവൻ്റെ ഫാദർ അവനെ സ്കാൻ ചെയ്യുന്നത്. അവൻ്റെ ഔറ ഉണ്ട്, അവൻ്റെ ഫാദർ തന്നെ സ്തംഭിച്ചു പോയി. കാരണം അത് വേറൊന്നുമല്ല, ഒരു പവർഫുൾ ഔറയായിരുന്നു അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അയാൾക്കും അതെന്താ ഡിക്റ്റ് ചെയ്യാൻ നേരിട്ട് സാധിച്ചില്ല. നമുക്കത് നേരെ പോലെ അറിയാം, അവൻ ഗ്രാജുവേറ്റർ ലെവലിലേക്ക് എത്തിയതാണ്, അതും ലോ ഗ്രാജുവേറ്റർ ലെവൽ. അങ്ങനെ അവൻ്റെ പവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അരീനയിലേക്ക് അവർ പോയി. അവിടുന്ന് അവർ ഒരു ഓർക്കിനെ കൊടുന്നു അവന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. എല്ലാ സ്റ്റുഡൻസും അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ വിക്കി ഭാസ്കർ ആണെങ്കിലോ സോഡ് ഉപയോഗിച്ച് ഫസ്റ്റ് അതിൻ്റെ കൈ വെട്ടിക്കളഞ്ഞു, അതും സോഡ് എനർജി ഉപയോഗിച്ച്. പിന്നീട് അതിൻ്റെ കാലും വെട്ടിക്കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ പിന്നിലോട്ട് ചെന്ന് നിന്നു. എന്നിട്ടൊരു ഡയലോഗുണ്ട്, B ക്ലാസ് ഹെൽ ഹൗണ്ടിനെ തോൽപ്പിച്ച് എനിക്കാണോ C ക്ലാസ് ആയൊരു ഓർക്ക് എന്ന്. എന്നിട്ട് നമ്മൾ എല്ലാവരും അവിടെയുള്ള ചുറ്റുപാടുള്ള എല്ലാവരും പറഞ്ഞു, ഇവൻ സാധാരണക്കാരനല്ല, ഇവനൊരു ബീസ്റ്റ് തന്നെയാണെന്ന്. അപ്പോൾ തന്നെ നമ്മളെ വിക്കി ഭാസ്കർ ആ 3ാമത്തെ ടെക്നിക്കിലെ റെഡ് സോഡ് എനർജി ഉപയോഗിച്ച് അത് കണ്ടതും ഹൂഗോൻ്റെ കിളി പോയി. കാരണം ഈ ഏജിൽ ഒരിക്കലും അങ്ങനെ ചെയ്യൽ ഇമ്പോസിബിളാണ്. അപ്പോൾ തന്നെ അടുത്തുള്ള ജോൺ പറഞ്ഞു, അവൻ ലോ ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന്. പക്ഷേ അയാൾക്കും ആർക്കും ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ നായകൻ ഗ്രാജുവേറ്റർ ലെവലിലാണെന്ന് പറഞ്ഞാണ് നിൽക്കുന്ന സമയത്ത് തന്നെ നായകൻ ആ ഓർക്കിൻ്റെ തല വെട്ടി കഴിഞ്ഞിരുന്നു. നായകൻ്റെ പവർ ലെവൽ നല്ല പോലെ ഇൻക്രീസ് ആയെന്ന് നായകൻ്റെ അച്ഛനായ ഹൂഗോക്ക് മനസ്സിലായി. എന്നിട്ട് നായകൻ അച്ഛൻ്റെ മുന്നിലോട്ട് നിന്ന് അയാളോട് ചോദിച്ചു, ഇതിനേക്കാൾ പവർഫുള്ളായ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പത്തിന് അയാളൊന്ന് ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ജോൺ ബാരിയെ മോർ, ആ ബീസ്റ്റിനാണ്ട് തുറന്ന് വിട്ടേക്ക് എന്ന്. അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ വോയിസ് ഓവർ ഇതിലും കൂടുതൽ മെച്ചമാക്കി വരാം. കാരണം ഞാൻ ഒരു തുടക്കക്കാരനായതുകൊണ്ട് തന്നെ ഇതൊക്കെയുള്ള എൻ്റെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ മെച്ചപ്പെടുത്തി വരാം. ഇന്നത്തെ എക്സ്ട്രാ കോമിക്കിൻ്റെ ലൈവ് എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം നമ്മളെ പറ്റി പറഞ്ഞു, നമ്മളെ ചാനൽ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം.